ക്രിസ്ത്യാനികൾ 4 തരം അഥവാ 4 തരം ക്രിസ്ത്യാനികൾ. അറിയാൻ കൗതുകമുള്ളവർക്ക് മാത്രം സ്വാഗതം, വെൽക്കം. ക്രിസ്ത്യാനികൾ പല വിധങ്ങളാണ്. ആ ഒരാശയം ആരെയും അത്ഭുതപ്പെടുത്തുകയോ ചൊടിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വ്യത്യാസങ്ങളിൽ അഭിമാനം കണ്ടെത്തുന്ന ഒരു പ്രവണത ക്രിസ്ത്യാനികളിൽ മറ്റെല്ലാവരിലും ഉള്ളതുപോലെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന സഭ മറ്റുള്ള സഭകളേക്കാൾ വ്യത്യസ്തമാണ്. വ്യത്യസ്തമായതുകൊണ്ട് മാത്രം മേന്മയേറിയതാണ്. ഞാൻ നിങ്ങളെപ്പോലെയല്ല, ഞങ്ങൾ നിങ്ങളെപ്പോലെയല്ല എന്നൊക്കെ, ഞങ്ങൾ സത്യവിശ്വാസികളാണ്, നിങ്ങൾ സത്യം കുറഞ്ഞ വിശ്വാസികളാണ് എന്ന് ഏതെല്ലാം വിധത്തിൽ വ്യത്യാസങ്ങൾ സ്ഥാപിക്കാമോ അതിനൊക്കെയും താല്പര്യപ്പെടുകയും അതിൽ അടിസ്ഥാനരഹിതമായ നിർവൃതി കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു ദുഷ്പ്രവണത ക്രിസ്ത്യാനികളിലുണ്ട് എന്നത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ നാം സാധാരണ മനസ്സിലാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ 4 കൂട്ടരുണ്ട്, അല്ലെങ്കിൽ 4 ശ്രേണിയിൽപ്പെട്ട ക്രിസ്തീയ വിശ്വാസികളുണ്ട് എന്നതാരും പരാമർശിക്കാത്തത് കൊണ്ട് മാത്രം ഇതെന്നെ നന്നേ അലട്ടുന്ന ഒരു യാഥാർത്ഥ്യമാകയാൽ ഒരു പക്ഷേ ഈ യൂട്യൂബ് കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ഇതറിയുവാൻ താല്പര്യമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് മാത്രം ദീർഘനാളുകൾ ശങ്കിച്ചു നിന്ന് മടിച്ചു നിന്ന ശേഷം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്ന വെളിപ്പെടുത്തൽ നടത്താൻ പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ക്രിസ്ത്യാനികൾ 4 തരം. ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ആമുഖമായിട്ടൊരു കാര്യം പറയേണ്ട ആവശ്യമുണ്ട്. ഈ 4 തരം ക്രിസ്ത്യാനികളെയും ഒന്ന് അടയാളപ്പെടുത്തുന്നതിന് ചില വാക്കുകൾ ഉപയോഗിക്കേണ്ട ഗതികേട് എനിക്കുണ്ട്. ഞാൻ ആ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ആരെയും അപമാനിക്കുവാനോ ആരുടെയെങ്കിലും മേന്മ ഇടിച്ചു കളയുവാനോ ഉദ്ദേശിച്ച് പറയുന്നതല്ല. ഒരു വ്യക്തിയെയും മനസ്സിൽ വെച്ചുകൊണ്ടല്ല, ഒരു കൂട്ടത്തെയും മനസ്സിൽ വെച്ചുകൊണ്ടല്ല. ഞാൻ പൊതുവായ നിരീക്ഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് ഇന്നതാണ് യാഥാർത്ഥ്യം എന്ന് ഒന്ന് പരാമർശിക്കുവാൻ മറ്റു വാക്കുകൾ ഇല്ലാത്തത് കൊണ്ട് ആ വാക്കുകളെ ഞാൻ ആശ്രയിക്കുകയാണ്. അത് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ അല്പം പ്രയാസം തോന്നാൻ സാധ്യതയുണ്ട്. കാരണം അത് സാധാരണ പ്രയോഗിക്കുന്ന വിധത്തിലല്ല, അല്ലെങ്കിൽ സാധാരണ പ്രയോഗിക്കാത്ത വിധത്തിലാണ് ഞാനത് പ്രയോഗിക്കുന്നത് എന്നുകൊണ്ട് അപരിചിതമായതുകൊണ്ട് തന്നെ അതിലല്പം ഇഷ്ടം ചിലർക്ക് തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷെ അല്പം ചിന്തിക്കുകയും യാഥാർത്ഥ്യബോധം വളർത്തിയെടുക്കുവാൻ താല്പര്യമുള്ള ആളുകൾ ആ അവസ്ഥയിലായിത്തീരുകയില്ല എന്നത് എനിക്ക് നല്ല നിശ്ചയമുള്ള പ്രതീക്ഷയാണ്. നമുക്ക് ആരംഭിക്കാം. ക്രിസ്ത്യാനികൾ 4 തരം. ആദ്യത്തെ തരത്തിലുള്ള, ആദ്യത്തെ കാറ്റഗറിയിലുള്ള ക്രിസ്ത്യാനികളെ നമുക്ക് തെണ്ടി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കാം. എന്താണ് ഈ തെണ്ടി ക്രിസ്ത്യാനി എന്ന പദം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്? അത് മറ്റൊന്നുമല്ല, ദൈവത്തോടുള്ള ബന്ധത്തിലും മറ്റുള്ളവരോടുള്ള ബന്ധത്തിലും എനിക്ക് കിട്ടണം എന്ന് മാത്രം ചിന്തിച്ച് വിശ്വാസത്തിൻ്റെ മേഖലയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഞാൻ വിശ്വാസിയാണ്, ഞാൻ നല്ല വിശ്വാസിയാണ്, ഞാൻ വളരെ എരിവുള്ള വിശ്വാസിയാണ് എന്നൊക്കെ പറഞ്ഞു കഴിയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവിടെ അവസ്ഥ എന്തെന്ന് തിരിച്ചറിയുന്നില്ല. ദൈവത്തോടും മനുഷ്യരോടും ലോകത്തോടും എനിക്ക് എന്ത് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന ഒരേ ഒരു താല്പര്യത്തിൽ, ലക്ഷ്യത്തിൽ ബന്ധപ്പെടുന്ന ആളുകളെ നാം യഥാർത്ഥത്തിൽ വിളിക്കേണ്ടത് തെണ്ടികളെന്നാണ്, അല്ലെങ്കിൽ ഭിക്ഷാന്തേഹികളെന്നാണ്. വേണ്ട, തെണ്ടി എന്നുള്ള വാക്ക് നമുക്ക് മാറ്റി വെച്ച് ഭിക്ഷാന്തേഹി ക്രിസ്ത്യാനി എന്ന് നമുക്ക് പറയാം. അപ്പം അത് വളരെ പ്രാകൃതമായ ഒരവസ്ഥയാണ് എന്നതിനെപ്പറ്റി നമുക്ക് വലിയ ബോധ്യമൊന്നുമില്ല. നാം ഇത് ചെറുപ്പം മുതലേ പരിശീലിച്ചത് കൊണ്ട്, പണ്ട് നമ്മുടെ ഇടയിൽ പറയാറുള്ളത് പോലെ, ഇപ്പോഴും പറയാറുള്ളത് പോലെ, ക്രിസ്ത്യാനി കവിണ് വീണാൽ കാപ്പണം കൊണ്ട് എഴുന്നേക്കത്തുള്ളൂ.
അത് ഞാൻ ഉണ്ടാക്കിയ ആപ്തവാക്യമല്ല, നിങ്ങൾക്കറിയാം. ഇത് പണ്ട് തൊട്ടേ ആളുകൾ തിരിച്ചറിഞ്ഞ ഒരു അപകർഷതയുടെ അവസ്ഥയാണ്. ആത്മീയമായ വില ഇടിഞ്ഞതിൻ്റെ അവസ്ഥ ആളുകൾ അല്പം ഫലിത രൂപത്തിൽ ചിത്രീകരിക്കുന്നു. ഇതിൻ്റെ ആവിർഭാവം ഞാനല്ല, നിങ്ങൾക്കറിയാം. അപ്പം അങ്ങനൊരു യാഥാർത്ഥ്യം ഞാൻ ഈ വിഷയം സ്പർശിക്കുന്നതിന് മുമ്പ് തന്നെ നിലനിൽക്കുന്നുണ്ട്. ആ വിഷയത്തെ ഞാൻ ഒരു വിധത്തിൽ ഒന്ന് ക്രോഡീകരിച്ച് സിസ്റ്റമാറ്റൈസ് ചെയ്ത് അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. ഉദാഹരണമായിട്ട് ഞാൻ അനേകം ക്രിസ്ത്യാനികളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ സഭകളുമായി പുലർത്തുന്ന ബന്ധത്തിൻ്റെ ഉള്ളടക്കം എന്താണ്? നിങ്ങൾ സഭയുമായി എന്തിനാണ് ബന്ധം പുലർത്തുന്നത്? അതിൽ 100% എന്നോട് പറഞ്ഞിട്ടുള്ളത്, സഭയിൽ ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മാമോദീസ, വിവാഹം, ശവമടക്കം ഇത് സാധിച്ചു കിട്ടുകയുള്ളൂ. പിന്നെ സഭ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നെങ്കിലും ആനുകൂല്യം പ്രാപിപ്പാനും അത്യാവശ്യമാണ്. അതുകൊണ്ട് മെത്രാനെയും കത്തനാരെയും പിന്നെ പള്ളി കമ്മിറ്റി അംഗങ്ങളെയൊക്കെ ഒന്ന് പ്രീതിപ്പെടുത്തി നിർത്തിയില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം തട്ടുകേടാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആ ഒരു കാഴ്ചപ്പാട്, ആ ഒരു സമീപനം, ആ ഒരു ബന്ധം, അതിൻ്റെ സ്വഭാവം എന്താണ്? അതിൻ്റെ ഉള്ളടക്കം എന്താണ്? അതിൻ്റെ സ്റ്റേറ്റസ് എന്താണ്? അത് ഈ ഭിക്ഷാന്തേഹി എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ തരംതാണ മലയാളത്തിൽ പറഞ്ഞാൽ തെണ്ടി വിശ്വാസ പ്രതിഭാസത്തോട് മാത്രം യോജിച്ച് നിൽക്കുന്നതല്ലയോ? നാം യേശുവിൻ്റെ വ്യക്തിത്വം പരിഗണിക്കുമ്പോൾ എപ്രകാരമുള്ള ബന്ധമാണ് മറ്റുള്ളവരുമായി യേശു പുലർത്തിയത്? അവർക്ക് എന്ത് പ്രദാനം ചെയ്യാൻ കഴിയും? അവരുടെ ജീവിതത്തിൽ ഒരു വിടുതൽ നൽകാൻ കഴിയണം. അവർക്ക് ഒരു പുതിയ ദർശനമുണ്ടാകണം. അവർ മേൽത്തരമായ അവസ്ഥ പ്രാപിക്കണം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് പറയുന്ന ആ അവസ്ഥയും നാം ഇപ്പോൾ വെച്ച് പുലർത്തുന്ന അവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം എത്ര ഭീകരമാണ്! വ്യത്യസ്തമാണെന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, ഭീകരമാണ് എന്ന് നാം മനസ്സിലാക്കണം. മതത്തിൽ കൂടെ നാം മനസ്സിലാക്കി വെച്ചിരിക്കുന്ന മതത്തിൽ കൂടെയും അതിൻ്റെ സമ്പ്രദായങ്ങളിൽ കാഴ്ചപ്പാടിൽ കൂടെ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിലയിടിവ് എത്ര വലുതാണ് എന്ന് നാം മനസ്സിലാക്കി. അപ്പം അതങ്ങ് തീരെ അധപ്പതിച്ച് തീരെ അധ്വാനിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് കുരിശും മുട്ടിക്കൊണ്ട് പൈസ ഇട്ടാൽ ദൈവം കൂടുതൽ മാർക്ക് കൊടുക്കും എന്നുവരെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സത്യം തൊട്ടു തേച്ചിട്ടില്ലാത്ത ഒരു ക്രിസ്ത്യൻ ആൾ ദൈവത്തിൻ്റെ കാലെ പിടിച്ചാൽ ഇസ്രയേലിൽ വിസ കിട്ടുകയോ കാനഡയിൽ ജോലി കിട്ടുകയോ കിട്ടും. ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോയിൽ കിട്ടന്മാരാണ് വിശ്വാസികൾ, ബഹുഭൂരിപക്ഷം കിട്ടന്മാരാണ്, കിട്ടൻ വിശ്വാസികളാണെന്ന് ഞാൻ ആ പദപ്രയോഗത്തിന് മുൻപ് അവതരിപ്പിച്ചിട്ടുള്ളതാണ്. കിട്ടന്മാരാണ് നമ്മൾ. കടലാസിൻ്റെ മകളിൽ ക്രിസ്ത്യാനികളും ജീവിതത്തിൽ നമ്മൾ കിട്ടന്മാരുമാണ്. ഈ ഒരു അധപ്പതിച്ച നികൃഷ്ടമായ നീചമായ അവസ്ഥയെപ്പറ്റി ഒരു അവബോധം നമ്മുടെ ഇടയിൽ ഉണ്ടാകുക വളരെ വളരെ അത്യാവശ്യമാണ്. ഇത് ഒരു നിമിഷം പോലും വൈകിപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ അല്പം പൊളിച്ച് ഈ കാര്യം പരാമർശിക്കുന്നത് എന്ന് ഒന്ന് സൂചിപ്പിക്കട്ടെ. എനിക്ക് സ്നേഹമുള്ള പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ കാഴ്ചപ്പാടും ജീവിതത്തോടുള്ള സമീപനവും പ്രത്യാശയും ഇത് മാത്രമാണെങ്കിൽ നാം ഒരിക്കലും വളരുകയില്ല. മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടും, അല്ലെ സഭയിൽ നിന്നത് കിട്ടും, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് കിട്ടും എന്നൊക്കെ പറഞ്ഞ് മാത്രം നിൽക്കുന്ന ആളുകൾ ഒരിക്കലും വളരുകയില്ല. കൂടുതൽ അധപ്പതിക്കുകയും അവരുടെ വ്യക്തിത്വം ഈ കിട്ടൻ്റെ വ്യക്തിത്വം, അല്ലാതെ തെണ്ടിയുടെ വ്യക്തിത്വം മാത്രമായിരിക്കും. നിങ്ങൾ ഭിക്ഷക്കാരെ ഞാൻ അല്പം ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. ഒരുത്തൻ ഒരിടത്തിരുന്ന് ഭിക്ഷ യാചിക്കുന്നത് 5 വർഷം 10 വർഷമൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചെറുപ്പകാലത്ത് അവനിൽ യാതൊരു വളർച്ചയും ഉണ്ടാകത്തില്ല. വളർച്ചയും തെണ്ടലും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഒന്ന് മറ്റതിന് ഘടകവിരുദ്ധമാണ്. അതുകൊണ്ട് ചെറുപ്പം മുതലേ ഞാൻ പഠിച്ചൊരു കാര്യം, ഈ തെണ്ടിയുടെ മനോഭാവം ഞാൻ വെച്ചു പുലർത്തുന്നിടത്തോളം കാലം എൻ്റെ വ്യക്തിത്വത്തിൽ ഒരു വിധത്തിലോ വളർച്ചയോ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മേന്മയോ ഉണ്ടാകുവാൻ സാധ്യമല്ല. ദൈവത്തിന് പോലും കൊടുക്കാൻ പഠിക്കണം എന്നാണ് യേശു എന്നെ പഠിപ്പിച്ചത്. ദൈവത്തിൽ നിന്ന് ഇരന്ന് വാങ്ങാനല്ല, ദൈവത്തിന് കൊടുക്കാൻ കൊടുക്കാൻ പഠിക്കത്തക്കവണ്ണം നിന്റെ വ്യക്തിത്വം വളരണം. അതാണ് യേശു എന്നെ പഠിപ്പിച്ചത്.
അതുകൊണ്ട് യേശുവിനെ ആത്മാർത്ഥമായി അറിയുകയും അനുഗമിക്കുകയും ചെയ്യുന്ന ഒരുത്തരും കിട്ടനാകാനോ തെണ്ടിയാകുവാനോ സാധ്യമല്ല എന്നത് എനിക്ക് പകൽ പോലെ സ്പഷ്ടമാണ്. ഇത്രമാത്രം വ്യക്തമായൊരു വിഷയത്തെപ്പറ്റി എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളുടെ ഇടയിൽ വേണ്ടത്ര വ്യക്തതയില്ലാത്തത് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നില്ല. എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. അപ്പോൾ ഇതാണ് ആദ്യത്തെ കാറ്റഗറി, കിട്ടന്മാരായ വിശ്വാസികൾ അല്ലെങ്കിൽ തെണ്ടികളായ വിശ്വാസികൾ. മതമെന്ന് പറഞ്ഞാൽ തെണ്ടലാണ്. എനിക്ക് കിട്ടണം. എനിക്ക് എന്തെങ്കിലും കൊടുക്കണോ? അതറിയില്ല. അതുകൊണ്ട് കൊടുക്കണം എന്താണ്? പള്ളിക്ക് പൈസ കൊടുക്കണം. അതും അതിലേക്ക് ഞാൻ കടന്നു വരാം. അത് വേറൊരു കിട്ടലാണ്. അത് കിട്ടലിൻ്റെ കിട്ടലാണ്. അതിലേക്ക് ഞാൻ 4 തരത്തിലുള്ള ക്രിസ്ത്യാനികളുണ്ടെന്ന് പറഞ്ഞു. നാലാമത്തേത് ഈ കിട്ടന്മാരുടെ കിട്ടലാണ്. കിട്ടന്മാരിൽ നിന്നുള്ള കിട്ടലാണ്. അത് പരമദണ്ഡികളാണ്. അതിലേക്ക് ഞാൻ വരാൻ പോയി. ആദ്യത്തെ വിഭാഗത്തെ യഥാർത്ഥത്തിൽ അവശ്യ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ഇവരാണ്. ഈ കിട്ടന്മാരായ വിശ്വാസികളാണ് അവശ്യ ക്രിസ്ത്യാനികൾ. നമ്മൾ അവശ്യ ക്രിസ്ത്യാനികൾ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്ന തികച്ചും മോശമായ, ആധുനിക ലോകത്തിലും ജനാധിപത്യ സംസ്കാരത്തിലും മനുഷ്യൻ്റെ സമത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് നാവെടുത്ത് ഉച്ചരിക്കാൻ വയ്യാത്ത വിധത്തിലാണ് ഈ അവശ്യ ക്രിസ്ത്യാനി എന്ന പദം നാം ഉപയോഗിക്കുന്നത്. ചില ആളുകളെ പരാമർശിച്ചിട്ടാണ്. എനിക്ക് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ക്രിസ്ത്യാനികളുടെ ഇടയിൽ 99.9% പേരും അവശ്യ ക്രിസ്ത്യാനികളാണ്. ആരാണ് അവശ്യ ക്രിസ്ത്യാനികൾ? ഈ കിട്ടന്മാരായ ക്രിസ്ത്യാനികളാണ് അവശ്യ ക്രിസ്ത്യാനികൾ. അല്ലാതെ ഒരുത്തൻ്റെ ഭൂതകാലം വെച്ചിട്ടല്ല, അവൻ്റെ തൊലിയുടെ നിറം വെച്ചിട്ടല്ല, അവൻ്റെ പേര് വെച്ചിട്ടല്ല ഒരുത്തൻ അവശനാണോ വല്ലതും തീരുമാനിക്കുന്നത്. നീ കിട്ടനാണോ, നീ അവശനാണോ? അതാണ് ഇന്നത്തെ സത്യം. രണ്ടാമതായിട്ട് കൂലിവേല ക്രിസ്ത്യാനികൾ. അതായത് ഞാൻ അധ്വാനിക്കാൻ തയ്യാറാണ്, പക്ഷെ ഞാൻ അധ്വാനിക്കുന്നത് പ്രതിഫലത്തിന് വേണ്ടി മാത്രമാണ്. ഞാൻ നല്ലതായിട്ടൊക്കെ ജീവിക്കും, മുറയ്ക്ക് പള്ളിയിൽ പോകും, പാപങ്ങളെ ഏറ്റുപറയും, പിന്നെ കൺവെൻഷനിലൊക്കെ പോയി സഹകരിക്കും, പള്ളിയോടുള്ള ബന്ധത്തിൽ എൻ്റെ കടമകളൊക്കെ ഞാൻ നിർവഹിക്കും, ഞാൻ വല്ലപ്പോഴൊക്കെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും എന്ന് ഞാനങ്ങ് ധരിക്കുന്നു. ദൈവത്തെയാണ് വിളിച്ചപേക്ഷിക്കുന്നത്. ദൈവത്തെ പറ്റിയുള്ള എൻ്റെ സങ്കല്പം എന്താണ്, ഞാൻ വെച്ചു പുലർത്തുന്ന ദൈവസങ്കല്പം, ഇതിനെപ്പറ്റി ഒന്നും അന്വേഷിക്കേണ്ട കടമയൊന്നുമില്ല. ഇതാണ് ദൈവം എന്ന് എന്നെ ആരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ദൈവത്തെ ഇങ്ങനെയാണ് പ്രീതിപ്പെടുത്തേണ്ടത്, ആരാധിക്കേണ്ടത് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാനതിങ്ങനെ നിർവഹിച്ചു കൊണ്ടേയിരിക്കും. അത് ഒരു തരത്തിലുള്ള ക്രിസ്ത്യാനികളാണ്. അപ്പോൾ അവർക്ക് വല്ലതും ചെയ്താൽ കൊള്ളാമെന്ന് താല്പര്യമുണ്ട്. നല്ല കാര്യമൊക്കെ ചെയ്യണം, സാമാന്യം നല്ല വിധത്തിലൊക്കെ ജീവിക്കണം. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിപ്പാൻ, മറ്റുള്ളവരുടെ നല്ല വാക്ക് പ്രാപിപ്പാനുള്ളൊരു അവകാശം, ഒരു യോഗ്യത ഞാൻ പാലിക്കുന്നു. ഈ കിട്ടന്മാരായ തെണ്ടികളായ ക്രിസ്ത്യാനികൾ, അവർക്ക് യോഗ്യത ഇല്ലെങ്കിലും കിട്ടണം. അപ്പോൾ അതിന് തക്കതായ ഒരു വിവക്ഷയാണ്. ദൈവത്തിൻ്റെ കൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ അർഹിക്കാത്ത നന്മ എനിക്ക് ദൈവം തരുന്നതാണ് കൃപ. ഇത് തികച്ചും തെറ്റാണ്. ഇത് തെണ്ടികളുടെ വിവക്ഷയാണിത്. അങ്ങനെ ഒരു കൃപയില്ല. അങ്ങനെ കൃപ വെച്ചു കൊടുത്തുന്ന ദൈവം അല്പം പ്രശ്നം ഉണ്ടാക്കുന്നൊരു ദൈവസങ്കല്പത്തെ ത്തോട് അടുത്ത് നിൽക്കുന്നതാണ്. അത് സമയം അനുവദിക്കുമെങ്കിൽ ഞാൻ പരാമർശിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അവസ്ഥ. ഇനിയും മൂന്നാമത്, അപ്പോൾ അത് കൂലിവേല വിശ്വാസികൾ. മൂന്നാമത് നല്ല ഫലം പുറപ്പെടുവിക്കുന്ന വിശ്വാസികൾ. അതായത് എന്നെ ദൈവം വിളിച്ചാക്കിയിരിക്കുന്നത് മനുഷ്യത്വം എന്ന ആശയത്തിൽ, മനുഷ്യ സങ്കല്പത്തിൽ ദൈവം ആദ്യം മുതലേ നിക്ഷേപിച്ചിട്ടുള്ള നന്മയുടെ വലിയ സാധ്യതകൾ, അതിൻ്റെ ആകത്തുക നാളിതുവരെയും വെളിപ്പെട്ട് വന്നിട്ടില്ല. ചരിത്രം അവസാനിക്കുന്നത് വരെ അത് വെളിപ്പെടുന്ന പ്രക്രിയ അവസാനിക്കുകയില്ല. അത് നിരന്തരമായി വെളിപ്പെടുത്തുന്ന ദൈവീകമായ പ്രക്രിയയിൽ എൻ്റേതായ പങ്ക് വഹിപ്പാനായി ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്നു. അതിനുതകുന്ന വിധത്തിൽ എനിക്ക് ചില താലന്തുകളും കഴിവുകളും സാഹചര്യങ്ങളും വളർച്ചകളും ദൈവം നൽകുന്നു. അതുകൊണ്ട് ഞാൻ ഭൂമിയുടെ ഉപ്പായും ലോകത്തിൻ്റെ വെളിച്ചമായും, അതായത് എന്നിൽ നിന്ന് നന്മ പുറപ്പെട്ട് ആ നന്മയുടെ പ്രകടനത്തിൽ കൂടെ മനുഷ്യ ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും തിരിച്ചറിയത്തക്കവണ്ണം ലോകത്തോടുള്ള, സമസൃഷ്ടികളോടുള്ള, ജീവിത സാഹചര്യങ്ങളോടുള്ള എൻ്റെ ബന്ധത്തിൽ എന്നിൽ നിന്ന് നന്മ ബാഹ്യലോകത്തിലേക്ക് പ്രവഹിക്കുന്നതാണ്
എൻ്റെ ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വലിയ നിർവൃതി എന്ന് തിരിച്ചറിയുന്ന അവരെയാണ് സത്യക്രിസ്ത്യാനി എന്ന വാക്കുകൊണ്ട്, ആശയം കൊണ്ട് നാം പരാമർശിക്കേണ്ടത്. നാം ആരൊക്കെ ആ കൂട്ടത്തിൽ പെടുന്നു എന്നത് നാം നമ്മോട് തന്നെ ചോദിക്കുകയും ദൈവത്തിൻ്റെ മുൻപാകെ സത്യസന്ധമായ മറുപടി പറയുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു കാര്യം, പരിശുദ്ധാത്മാവ് നല്ല ഫലം പുറപ്പെടുവിക്കുന്നു. നല്ല ഫലം തിന്നുമെന്നല്ല. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നാൽ ലോകത്തിലെ ഏറ്റവും നല്ല പഴം അന്വേഷിച്ച് കണ്ടുപിടിച്ച് വയറ് നിറച്ച് തിന്നുകയും പിന്നെ പിറ്റേ ദിവസം മറപ്പുരയിൽ പോവുകയും ചെയ്യാൻ സഹായിക്കുമെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നല്ല ഫലം കായ്ക്കുമെന്നാണ്. ആത്മാവിൻ്റെ ഫലം അത് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം പലതവണ കണ്ടതാണ്. നിങ്ങൾ എന്നിൽ വസിക്കുകയും ഞാൻ നിങ്ങളിൽ വസിക്കുകയും നിങ്ങൾ അധികം ഫലം കായ്ക്കും. അതെന്താണ്? പ്രകൃതിയിലൊരു വൃക്ഷം ഫലം കായ്ക്കുന്നത് ആരും അതിന് കൂലി കൊടുത്തിട്ടോ ആരും അതിന് മുഖസ്തുതി പറഞ്ഞിട്ടോ ഒന്നുമല്ല. ആരിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുള്ള പ്രതീക്ഷയിലല്ല. മാവിൽ മാങ്ങ ഉണ്ടാകുന്നതും പ്ലാവിൽ ചക്ക ഉണ്ടാകുന്നതും തെങ്ങിൽ തേങ്ങ ഉണ്ടാകുന്നതും അത് അതിൻ്റെ തനതായ നല്ല ഗുണത്തെ, ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ നന്മയെ അത് നിശബ്ദമായി അനുദിനം കാലാകാലങ്ങളിൽ അത് സാക്ഷീകരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. അതാണ് ആത്മീയത, അതാണ് സത്യവിശ്വാസം. ഈ അവസ്ഥയിൽ മാത്രമേ ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് സാധ്യമാകുകയുള്ളൂ. അത് ഉദ്ദേശിച്ചിട്ടാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ നാം കാണുന്നത് പോലെ ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം എന്ന് പറയുന്നു. ഈ നല്ല ഫലം പുറപ്പെടുവിക്കുന്നതിൽ കൂടെ അല്ലാതെ അധരവ്യായാമം കൊണ്ട് ദൈവത്തെ സ്തുതിക്കാമെന്നോ ആരാധിക്കാമെന്നോ ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അയ്യോ കഷ്ടം. പക്ഷെ നമ്മളെ അങ്ങനെ മാത്രമാണ് പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. നമ്മുടെ ക്രിസ്തീയ മതം ആചാരം എന്ന് പറഞ്ഞാൽ വെറും ശബ്ദം മാത്രമാണ്. അതിൽ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ഒരു ഉള്ളടക്കവുമില്ല എന്നതാണ് എൻ്റെ സത്യം. അതുകൊണ്ടാണ് ക്രിസ്ത്യാനി ഇത്രമാത്രം അധപ്പതിച്ചു പോയത് എന്ന് ദയവായി തിരിച്ചറിയുക. അപ്പോൾ അതൊക്കെ സാധൂകരിക്കാനായിട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ ശരി, സ്വർഗത്തിൽ പോകും. വിശ്വാസം മാത്രം മതി. എന്താണ് ഈ വിശ്വാസം? വിശ്വാസം സാധാരണ മനുഷ്യ പ്രവർത്തിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് വളരെ ഉന്നതമായ വിധത്തിൽ, സാധാരണഗതിയിൽ മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിയെ കവിയുന്ന വിധത്തിൽ പ്രവർത്തിപ്പാനുള്ള ദൈവികമായ പ്രേരണയാണ്. അതിൻ്റെ മാധ്യമമാണ് വിശ്വാസം എന്നതിനെ മനഃപൂർവ്വം മാറ്റി വെച്ചിട്ട് വിശ്വാസം എന്ന് പറഞ്ഞാൽ നിഷ്ക്രിയമായി വരുന്ന അതിരം കൊണ്ട് ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, ഞാൻ അപ്പോസ്തലന്മാരിൽ വിശ്വസിക്കുന്നു, ഞാൻ ഏകസഭയിൽ വിശ്വസിക്കുന്നു, ഞാൻ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വിശ്വാസമാണോ? അത് വിശ്വാസമല്ല, അത് അധര വ്യായാമം മാത്രമാണ്. അപ്പോൾ വിശ്വാസവും അധര വ്യായാമവും തമ്മിലുള്ള വ്യത്യാസം പോലും അറിയാതെയാണ് എല്ലാവരും സ്വർഗത്തിൽ പോകാനായിട്ട് താറുകൊടുത്ത് നിൽക്കുന്നത്. ഇത് വാസ്തവത്തിൽ നമ്മെ ചിന്തിപ്പിക്കുകയും പേടിപ്പിക്കുകയും ചെയ്യേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് സത്യക്രിസ്ത്യാനി എന്നാൽ ഇതാണ് അർത്ഥം, നല്ല ഫലം പുറപ്പെടുവിക്കുക. അത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിലുണ്ടല്ലോ. മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിപ്പിക്കുക. അപ്പോഴാണ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമായി തീരുന്നത്. അതെങ്ങനെയാണ് ഈ വെളിച്ചം പ്രകാശിപ്പിക്കുന്നത്? എങ്ങനെയാണ്? വായിൽ കൂടെയാണ്. നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ആകത്തുക കൊണ്ടും വ്യക്തിത്വത്തിൽ നിന്ന് പ്രവഹിക്കുന്ന പ്രവൃത്തി കൊണ്ടും മാത്രമാണ് ഈ വെളിച്ചം ലോകത്തിന് ദൃശ്യമായിത്തീരുന്നത്. ആ വിധത്തിൽ വളരുന്ന ആളുകൾക്ക് മാത്രമേ സത്യക്രിസ്ത്യാനി എന്ന ഈ വലിയ പദവിക്ക് അർഹതയുള്ളൂ എന്നാണ് ഈ ഉള്ളവൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനി 4-ാമത്തെ വിഭാഗത്തെ കൂടെ സൂചിപ്പിക്കേണ്ട കാര്യമുണ്ട്. ആ 4-ാമത്തെ വിഭാഗത്തെ തിരിച്ചറിയുന്നതിന് ആദ്യത്തെ വിഭാഗത്തെ ഒന്ന് ഓർത്തിരിക്കണം. ആദ്യത്തേതാണ് കിട്ടന്മാരായ ക്രിസ്ത്യാനികൾ, അതായത് തെണ്ടി ക്രിസ്ത്യാനികൾ. കിട്ടണം. അപ്പോൾ അതും ഈ 4-ാമത്തേതുമായിട്ടുള്ള ബന്ധം എന്താണ്? അത് അതിതെണ്ടി ക്രിസ്ത്യാനികൾ എന്ന് നമുക്ക് പറയേണ്ടി വരും. അതായത് ഈ കിട്ടണം എന്ന വിധത്തിൽ മാത്രം ആ ഒരേ ഒരു താല്പര്യത്തിൽ, ഒരേ ഒരു പ്രതീക്ഷയിൽ, ഒരേ ഒരു ലാക്കിൽ ഈ മതമേഖലയിൽ സ്ഥിതി ചെയ്യുകയും അതിൻ്റെ ആചാരങ്ങളെ അതിൽ താല്പര്യമൊന്നുമില്ലെങ്കിലും അല്ലെങ്കിൽ കിട്ടണമെങ്കിൽ ഈ ഒരു പ്രയാസത്തിൽ കൂടെ കടന്നു പോകണമല്ലോ, സർക്കാരിന് നികുതി കൊടുക്കുന്നത് പോലെ ഞായറാഴ്ച ദൈവത്തിന് നികുതി കൊടുക്കാനായിട്ട് പള്ളി വരുന്നു, പിന്നെ അത് സംബന്ധമായ ചില ക്രിയകളൊക്കെ ആചാരങ്ങളൊക്കെ നടത്തി വരുന്നു. അങ്ങനെ ആയിരിക്കുന്ന
അങ്ങനെ ആയിരിക്കുന്ന നാം ആദ്യമേ കണ്ട കിട്ടന്മാരായ തെണ്ടി ക്രിസ്ത്യാനികളുടെ കയ്യിൽ നിന്ന് വീണ്ടും തെണ്ടുന്നവരുടെ പേരാണ് അതിതെണ്ടി ക്രിസ്ത്യാനികൾ. അത് ദൈവത്തിന് കൊടുക്കുന്നതാണ്. ദൈവത്തിന് കൊടുക്കണമെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ കൂടെ മാത്രമേ ദൈവത്തിന് കൊടുക്കാനൊക്കത്തുള്ളൂ. ഞങ്ങളാണ് ദൈവത്തിൻ്റെ പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞ് ഈ തെണ്ടി ക്രിസ്ത്യാനികളുടെ കയ്യിൽ നിന്ന് തെണ്ടുകയും ആ തെണ്ടൽ കൊണ്ട് റോൾസ് റോയ്സ് കാറിൽ നടക്കുകയും വലിയ വലിയ മേടയിൽ താമസിക്കുകയും പിന്നെ ജാട കളിക്കുകയും മറ്റുള്ളവരുടെ ദേഹത്ത് മേക്കെട്ട് കുതിര കയറുകയും ചെയ്യുന്ന ആ ആളുകളാണ് അതിതെണ്ടി ക്രിസ്ത്യാനികൾ എന്ന് നാം മനസ്സിലാക്കുക. അങ്ങനെയുള്ളൊരു സ്പഷ്ടത നമ്മുടെ ഇടയിലില്ല. നമ്മൾ ഈ വലിയ വലിയ കാറും കുറേ തുണിയുമൊക്കെ കണ്ട് ഇങ്ങനെ നെഞ്ചത്തൊരു വലിയ സ്വർണ്ണക്കുരിശ് വിട്ട് അതും പോരാഞ്ഞ് ഒരു സ്വർണ്ണക്കുരിശുണ്ടാക്കി വവ്വാലിനെ പോലെ തുണിയുടെ അറ്റത്ത് കൊട്ടി ഇങ്ങനെ വീശിക്കൊണ്ട് കിടന്ന് കാണുന്നവരുടെയൊക്കെ നിലയിലും മുട്ടി അവർക്കൊക്കെ എല്ലാം പാപം ക്ഷമിച്ചു കൊണ്ട് നടക്കുന്ന ആളുകൾ ഇത് ചെയ്യുന്നത് മുഴുവനും തെണ്ടി ക്രിസ്ത്യാനിയുടെ കയ്യിൽ നിന്ന് തെണ്ടാനാണ്. അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടോ അത് മാത്രം നോക്കി നടക്കുന്ന ആളുകളാണ് ലോകത്തിലെ നികൃഷ്ടന്മാരായ ആളുകൾ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് ഞാൻ കണ്ടുപിടിച്ചതല്ല, യേശുവിൽ നിന്ന് മാത്രം ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഈ പറയുന്നത്. യേശു ആരെയും നിശ്ചിതമായി വിമർശിച്ചിട്ടില്ല, ഒറ്റ കൂട്ടരെ മാത്രം. ആരാണ് നിങ്ങൾക്കറിയാം? അന്നത്തെ പുരോഹിത വർഗം. എന്തുകൊണ്ടാണ്? അന്നും ഇന്നും പുരോഹിത വർഗത്തിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. അതിതെണ്ടി ക്രിസ്ത്യാനിയുടെ അല്ല വിശ്വാസിയുടെ മാന്യതയാണ്. ഇത് വളരെ ലാഭം ഉണ്ടാക്കാവുന്നൊരു പരിപാടിയാണ്. അങ്ങനെ ഈ അതിതെണ്ടി ക്രിസ്ത്യാനികൾക്ക് രണ്ട് ആൾരൂപങ്ങളുണ്ട്. ഒന്നിൻ്റെ പേരാണ് ഈ വിശ്വാസ രോഗശാന്തി ശുശ്രൂഷയൊക്കെ നടത്തി പ്രവചനമൊക്കെ നടത്തി പിന്നെ അതിന് മേമ്പടിയായിട്ട് മറുഭാഷയൊക്കെ പറഞ്ഞ് ഏതെങ്കിലും വിധത്തിൽ ജനത്തിൻ്റെ ബുദ്ധി അടച്ചു കളഞ്ഞ് അവരെ കൈക്കലാക്കി അവരെ പാട്ടിലാക്കി പശുവിനെ പോലെ കറന്ന കോടികൾ ഉണ്ടാക്കാനായി തൊലിക്കട്ടിക്ക് നല്ല തൊലിക്കട്ടി ഉള്ളത് കൊണ്ട് ഈ മേഖലയിൽ അധികനാൾ പിടിച്ചു നിൽക്കാൻ കഴിവുള്ള ഈ അതിതെണ്ടി ക്രിസ്ത്യാനികൾ, ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, അതിതെണ്ടി ക്രിസ്ത്യാനികൾ, അവരെ തിരിച്ചറിയാൻ പോലുമുള്ള പ്രാഥമികമായ എഞ്ചുവടി ബാലപാഠം പോലെയുള്ള തിരിച്ചറിവ് പോലും ക്രിസ്ത്യാനിക്കില്ലാത്തതിൻ്റെ കാര്യം ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളും തെണ്ടി ക്രിസ്ത്യാനികളായതുകൊണ്ടാണ്. ഈ തെണ്ടി ക്രിസ്ത്യാനിയുടെ കണ്ണിൽ നോക്കുമ്പോൾ ഈ അതിതെണ്ടി ക്രിസ്ത്യാനികളാണ് ഏറ്റവും അത്ഭുതം. ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണം എന്ന് പറഞ്ഞതുപോലെയാണ്, യാതൊരു വ്യത്യാസവുമില്ല. ഇത് ഞാൻ പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരെയും വിമർശിക്കാനല്ല പറയുന്നത്. നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മെ അടക്കി ഭരിക്കുന്ന വളരെ നികൃഷ്ടമായൊരവസ്ഥയുണ്ട്. ആ അവസ്ഥ യേശുവിൽ കൂടെ വെളിപ്പെട്ടു വന്ന ദൈവരാജ്യ ദർശനത്തിന് ഘടകവിരുദ്ധമാണ് എന്ന് ആരും തിരിച്ചറിയുവാൻ ധൈര്യപ്പെടാത്തത് കൊണ്ട് മാത്രം, നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ ഈ ആശയം ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഉപസംഹരിക്കുന്നതിന് മുൻപേ ഞാൻ ഒന്ന് ഓർത്തെടുക്കട്ടെ. 4 തരം ക്രിസ്ത്യാനികൾ: കിട്ടൺ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ തെണ്ടി ക്രിസ്ത്യാനികൾ, കൂലിവേല ക്രിസ്ത്യാനികൾ. ഞാൻ ക്രിസ്ത്യാനിയാകുന്നതല്ലോ, അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അതിന് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നതുകൊണ്ടാണ്. ഒന്നും കിട്ടിയില്ല, സ്വർഗമെങ്കിലും കിട്ടും. സ്വർഗം കിട്ടിയില്ലെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. സ്വർഗം കിട്ടാതെ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ നിശങ്ക സ്വർഗത്തിൽ കഴിഞ്ഞുകൂടാം. ഇങ്ങനെയൊരു താല്പര്യം. മൂന്നാമത്, യേശുവുമായി ഞാൻ ബന്ധം പുലർത്തുന്നത് അവനെപ്പോലെ വളരുവാനും അങ്ങനെ വളരുന്നത് കൊണ്ട് നല്ല ഫലം പുറപ്പെടുവിക്കാനും ആ ഒരവസ്ഥയിൽ ദൈവത്തെ യഥാർത്ഥത്തിൽ ആത്മാവിലും സത്യത്തിലും സാക്ഷീകരിക്കാനും എനിക്ക് കഴിയും. അതുകൊണ്ട് നഷ്ടമായിക്കൊള്ളട്ടെ ലാഭമായിക്കൊള്ളട്ടെ, അതെനിക്ക് വലിയ കാര്യമൊന്നുമല്ല. എൻ്റെ ഇഹലോകവാസത്തിൻ്റെ പരമമായ ലക്ഷ്യം ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തിൻ്റെ നീതിയും ന്യായവും ആർദ്രകരുണയും ഈ ലോകത്തിൽ പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകൾക്ക് ദുരിതത്തിലിരിക്കുന്നവർക്ക് അനുഭവവേദ്യമാകത്തക്കവണ്ണം അവൻ്റെ പ്രതിപുരുഷയായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ നിർവഹിച്ചുകൊണ്ടേയിരിക്കും. അതിനെനിക്ക് എന്ത് കിട്ടി അല്ല എന്ത് നഷ്ടമായി എന്നെനിക്ക് പ്രശ്നമല്ല. എന്ന വിധത്തിൽ ജീവിക്കുന്ന ചില ആളുകളുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ നാലാമതൊരു കൂട്ടരുണ്ട്, അതാണ് അതിതെണ്ടി ക്രിസ്ത്യാനികൾ. അതായത് തെണ്ടികളിൽ നിന്ന് തെണ്ടി അതുകൊണ്ട് ലാഭമുണ്ടാക്കി വലിയ വലിയ മഹാന്മാരായി നടക്കുകയും മറ്റുള്ള ലൗകികമായ സ്കെയിലിൽ ലൗകികരെ പോലും തോൽപ്പിക്കത്തക്കവണ്ണം
തൊലിക്കട്ടിയുള്ളത് കൊണ്ട് ലജ്ജയില്ലാതെ ഇങ്ങനെ നടക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് അവരുടെ അവസ്ഥ പോലും തിരിച്ചറിയാനുള്ള ബോധം ഉണ്ടാകുകയില്ല. അങ്ങനെ ഒരു ബോധം അവരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇതിൽ നിന്ന് നമുക്ക് വിടുതലുണ്ടാകുവാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ആദ്യം എനിക്കും വിടുതൽ, ആദ്യം എനിക്കും പിന്നെ മറ്റുള്ളവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സഹകരിക്കുന്ന, സത്യത്തെ അന്വേഷിക്കുന്ന ഈ ശുശ്രൂഷയിൽ സഹകരിക്കുന്ന ഏവരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് വിരമിക്കുന്നു.